ഹലോ. കൂട്ടുകാരെവിടെ? ഏ കൂട്ടുകാരെവിടെ? കൂട്ടുകാരെവിടെ ഉണ്ട്? ഷോ യു ക്യാമറ തിരിക്കല്ല എങ്ങനെ? എല്ലാവർക്കും കാണാൻ പാകത്തിനുണ്ടോ? എന്റെ റൂമില് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ എവിടുന്ന് തുടങ്ങും എന്നുള്ള ധാരണ ഇല്ല. ആ, നീ വന്ന് സംസാരിക്ക്. ഇതെങ്ങനെ തുടങ്ങുമെന്ന് അറിയാത്ത എന്താ തുടങ്ങേണ്ടത്? എന്താ സംസാരിക്കേണ്ടത്? ഓനിപ്പോ ഒന്നും പറയാല്ലാന്ന് ഇത് ഓക്കെ. ഫുഡിന്റെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തിയിരുന്നു. ആ, അപ്പോ അങ്ങനെ മന്തിയും ചിക്കനും അതൊക്കെ നന്നായി കഴിക്കുന്ന ആൾക്കാരാണ്, ഉം. കഴിക്കട്ടെ ഇൻക്ലൂഡിങ് മീ. അപ്പൊ കഴിക്കട്ടെ. അതിന്റെ പ്രകൃതി ഭക്ഷണത്തിന്റെ ഒരു സിസ്റ്റത്തെ പറ്റി ഏം, അറിവില്ലായ്മ എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട് മൊത്തത്തില്. ആ. ഇപ്പൊ എവിടുന്ന് തുടങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അല്ല, ഇത് അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് ഇത് അറിയുന്നത്? അറിയേണ്ടതുണ്ടെങ്കിൽ അറിയുക. അറിയാൻ താല്പര്യം തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും ഒന്നുകിൽ ആരോഗ്യം എന്ത് എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആണ് ആളുകൾ ഇതിലേക്ക് എത്തുക. എന്നെ പോലുള്ള ആളുകൾ അങ്ങനെയാണ് എത്തിയത്. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകൾ ഇതിലേക്ക് എത്തുന്നത് വെച്ചാൽ അസുഖങ്ങൾ വന്നിട്ട് അതിന് റിക്കവർ ചെയ്യുക എന്നുള്ളത് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവിടുത്തെ. അസുഖങ്ങൾ വരും, കുറച്ച് ചികിത്സിക്കും, വീണ്ടും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോ ഇതെന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളത് എത്തിയിട്ട് അങ്ങനെയാണ് ആളുകൾ പ്രതിഫലനത്തിലേക്ക് എത്തുക. ആവശ്യമില്ലാതിരിക്കുമ്പോ അതൊരാവശ്യമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഈ വിഷയം ഒരു വിഷയമേ അല്ല. മനസ്സിലായല്ലേ? അപ്പോ ചോദിച്ച് തുടങ്ങിയാൽ ഇപ്പൊ ചോദിക്കും ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള അല്ല, നമ്മള് നമ്മുടേതായിട്ടുള്ള ആഹാരവും നമ്മുടേതായിട്ടുള്ള ജീവിതക്രമവും നമ്മുടേതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ കോണ്ടിനെന്റില് ഉള്ള ആളുകൾക്ക് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം നന്നായിരിക്കും. അപ്പോ ഭക്ഷണം മാത്രമല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്. അപ്പോ അത് നമ്മുടെ കേവലം താല്പര്യമാണ്. ഭക്ഷണം കഴിക്കുന്നത് കേവലം താല്പര്യമാണ് എങ്കിൽ താല്പര്യമുള്ളതുപോലെ കഴിച്ചു പോവുക, അതിൽ തെറ്റൊന്നുമില്ല. മുമ്പിൽ കാണുന്ന ആളെ വെട്ടിക്കൊന്ന് തിന്നണം എന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യുന്നതിനും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഉതകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആരോഗ്യം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മോനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നോ? ഇയാള് അന്ന് ഇടയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു അല്ലേ? ഓക്കെ ഓക്കെ. മോന്റെ പേരെന്താ? ഷമീം. ഷമീം. എന്ത് ചെയ്യണു? ഡിഗ്രി PG കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമിനാണ് പ്രിപ്പറേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് വിഷയം? ഞാൻ ഹിസ്റ്ററി, ചരിത്രം. ഓക്കെ ഓക്കെ. ഹിസ്റ്ററി. അവനവന്റെ സൗകര്യത്തിന് എഴുതി വെച്ച കഥകൾ. മറ്റേയാളോ? അയാളുടെ പേരെന്താ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ലേറ്റ് ആയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം. സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു. ഞാന് ആദ്യം വിളിക്കുന്ന സമയത്ത് ഞാനൊരു ഉച്ചമയക്കത്തിലായിരുന്നു. എന്താ? മന്തി കഴിക്കാൻ പോയിരുന്നു ഉച്ചക്ക്. അപ്പൊ അവിടെ നിന്നുണ്ടായ ഒരു ചർച്ചയായിരുന്നു, ഡിബേറ്റ് പോലെ. ഓന് മെലിഞ്ഞിട്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആബിദ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം മെച്ചതാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം ആബിദ് പറഞ്ഞു ഇതാണ് നമ്മളെ നോർമല്, ഓന്റെ നോർമല് ഈ വെയിറ്റ് തടിയാണ്. അപ്പൊ ഈ BMI പറഞ്ഞ സാധനല്ലേ, എന്തൊരു ബോഡി മാസ് ഒരു സാധനം, BMI.
അതുണ്ടെന്ന് പറഞ്ഞപ്പോ ആബിദ് പറഞ്ഞ അങ്ങനെ സാധനമല്ല, ഒരു പലർക്കും പല രീതിയിലായിരിക്കും, ഇന്റത് ഇതാണെങ്കിൽ ഓൻ്റെ ഇതാണ് ഓരോരുത്തർക്കും ഓരോന്നും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാനതിൽ തർക്കിച്ചു, അങ്ങനല്ല മെലിയുന്നത് മാൽന്യൂട്രി അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ മാൽന്യൂട്രീഷൻ ആണെന്നോ പറയുന്നു, മാൽന്യൂട്രീഷ്യസ് ആണ്. അപ്പൊ മന്തി കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. ഒരു ഫ്രൂട്ട്സ് മാത്രം തന്നെ കഴിച്ചാൽ ആവശ്യത്തിനൊക്കെ പറഞ്ഞു. മനസ്സിലായില്ല. നമുക്ക് ഈ ഫ്രൂട്ട്സ് തന്നെ കഴിച്ചാല് നമുക്ക് അതിനുള്ള ന്യൂട്രിയൻസ് അതിന് കിട്ടുമെന്ന് പറഞ്ഞേ. പക്ഷെ നമ്മൾ അതേപോലെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇവര് പറയുന്നത് ഡയറ്റിങ് റെഡി ആയിരിക്കണം, പ്രോട്ടീൻ അളവ് ഇത്ര വേണം, കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനത്തെ ഓരോ ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ അതിനേതായിട്ടുള്ള സാധനം കഴിക്കണം എന്ന് പറഞ്ഞു. ആബിദ് പറയുന്നു അങ്ങനെ ചെയ്യണ്ട. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ എത്തിപ്പെട്ടതാ. അതല്ല, നമ്മള് ജിമ്മിൽ പോകുക എന്നുള്ളത് അതൊരു സ്ട്രീമാണ്. അത് ശരീരത്തെ ബിൽഡ് ചെയ്യുക, ശരീരത്തെ വളരെ ഷെയ്പ്പുള്ളതാക്കി മാറ്റുക എന്നുള്ളത്. ആ ഷെയ്പ്പുള്ളതാക്കി മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം തന്നെ കൊടുക്കണം, എങ്കിലേ ആ ഷെയ്പ്പിലേക്ക് വരുള്ളൂ. കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിലേക്കാവാൻ. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ് പിന്നീടത്തെ കാര്യം. അങ്ങനെ ഈ യങ് ഏജിൽ നമ്മൾ ബോഡിയെ ഷെയ്പ്പ് ചെയ്ത് കുറെ കഴിയുമ്പോൾ ആ ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം ഏജ് അങ്ങോട്ട് കടക്കുന്തോറും ബോഡിയുടെ നേച്ചർ മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല ജിമ്മില് നമ്മൾ ബോഡിയെ ഷെയ്പ്പ് ചെയ്യിക്കുന്നത് നമ്മുടെ ടിഷ്യൂസിന് നിരന്തരം എക്സസൈസസ് കൊടുത്തുകൊണ്ടാണ്, എന്നുവെച്ചാൽ ലോഡ് കൊടുത്തുകൊണ്ടാണ്. അത്രയും ലോഡ് റെഗുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വൈറ്റാലിറ്റി, അതായത് ജീവ ഊർജം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിങ്ങനെ കുറഞ്ഞു വരും. ഈ ജീവ ഊർജമാണ് നമ്മുടെ ആയുസിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജിമ്മില് നിരന്തരം പോകുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ പിന്നെ ശരീരം നേരെ തളരുന്നതും പലരും അകാലത്തിൽ മരിക്കുകയും ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ടാണ് യോഗ പോലുള്ള കാര്യങ്ങൾക്ക് ഈ ഷെയ്പ്പിങ് നടക്കും, നല്ല രീതിയിലുള്ള നല്ല ഷെയ്പ്പ് വരും, പക്ഷെ വണ്ണം വയ്ക്കില്ല. വണ്ണം വെക്കാതെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയം വൈറ്റാലിറ്റി, അതായത് ജീവ ഊർജം നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയാണ് യോഗ. യോഗയും ജിമ്മും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജിമ്മില് എനർജി യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലായിരിക്കും, അത് ടോട്ടൽ നമ്മുടെ സ്റ്റോറേജിൽ നിന്നും കമ്മിയായി പോകും. പക്ഷെ ഇത് ജിമ്മിലുള്ളവർക്ക് അറിയില്ല, കാരണം അത് വേറൊരു സിസ്റ്റം ആണ്. ഇത് ഈ ജീവചൈതന്യത്തെ കുറിച്ചൊക്കെ അറിയുന്നത് വേറൊരു സിസ്റ്റമാണ്. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. അങ്ങനെ ജിമ്മിൽ പോയിട്ട് അതിലെ അപാകങ്ങൾ ഇൻറ്റ്യൂട്ട് ചെയ്തിട്ട് സ്വയം തോന്നിയതിനു ശേഷം ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ആളുകൾ പലരും നമ്മുടെ അടുത്ത് എത്താറുണ്ട്. അവർക്ക് മനസ്സിലാവും. അല്ലാതെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അവിടെ വേറൊരു ടീച്ചിങ് ആണുള്ളത്. പ്രത്യേകിച്ചും ഈ നമ്മുടെ അലോപ്പതിയുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് ആ സിസ്റ്റത്തിലൂടെ പോകുന്ന ഒരു ഒരു ഫിലോസഫിയാണ് അവർക്ക് മനസ്സിലാവുക. പിന്നെ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒന്നും പൊതുവെ വരാറില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു, ആബിദ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ആബിദ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൊണ്ട് എത്തിച്ചു. പൊതുവിൽ ഇങ്ങനെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്താറില്ല, ഒട്ടുമില്ല എന്നല്ല, അങ്ങനെ എത്തുന്നവർ ഈ ജിമ്മിന്റെ വഴിക്ക് പോണവർ വരിക്കില്ല. പിന്നെ കളരിയിൽ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സിസ്റ്റമാണ് അവർക്ക് മനസ്സിലാവുക. പ്രകൃതി ജീവനത്തിന്റെ രീതി, അതായത് ഭക്ഷണത്തിന്റെ ശരിയായ ഭക്ഷണത്തിന്റെ രീതിയും അവർക്ക് മനസ്സിലാവും, ശരീരത്തിന്റെ നിർമ്മിതിയുടെ കാര്യവും മനസ്സിലാവും. അപ്പൊ അവിടെ മെഡിറ്റേഷൻ പോലുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഈ ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഊർജത്തെ റീകൂപ്പ് ചെയ്യാനുള്ള ചില ക്രിയകൾ അവിടെ ചെയ്യും. അത് ജിമ്മിൽ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരില്ലല്ലോ. പിന്നെ ഇങ്ങനെ അപ്പൊ ഈ റണ്ണിങ് എന്നുള്ള മറ്റേ രാവിലത്തെ എക്സസൈസ് അങ്ങനത്തെ പരിപാടി, അതെ, അതെല്ലാം തന്നെ അത്തരത്തിലുള്ള എക്സസൈസുകളെല്ലാം തന്നെ വൈറ്റൽ എനർജിയെ കളയുന്നതാണ്. എനിക്കൊരു ഡൗട്ട്, ഈ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒത്തിരി നന്നായി അധ്വാനിക്കുന്ന, ജീവിതം മൊത്തം ചുമട്ടുപണിയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അവരൊരു പക്ഷെ നന്നായി ചോറ് കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവര് ചോറ് കഴിക്കുന്നത്, ചോറിന് പകരം അവർ ഫ്രൂട്ടാണ് കഴിക്കുന്നത് വെച്ചാൽ അത്രയും കഴിക്കില്ല, ചെറിയ അളവിലേ കഴിക്കാൻ പറ്റുള്ളൂ. ചോറ് എന്നുള്ളത് അത് ഡെഡ് ആണ്, അതുകൊണ്ട് അത്രയേറെ കഴിച്ചാൽ മാത്രമേ ഇവരുടെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവൻ അതേപോലെ കഴിക്കുമ്പോൾ അത് അവന് വലിയ പ്രശ്നമായിട്ട് വരികയും ചെയ്യും. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ നാട്ടിലൊരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടല്ലോ, അവര് കഴിക്കുന്നു നമ്മളും കഴിക്കുന്നു. നമ്മള് സൗത്ത് ഇന്ത്യൻസിന്റെ പൊതുവേ ഉള്ളതാണ് ഈ മല പോലെ ചോറ് കൂട്ടിയിട്ട് അതിന്റെ നടുവിൽ കുഴി കുഴിച്ച സാമ്പാർ വെച്ചിട്ട് കഴിക്കുന്നത്. അതിപ്പോ കുറച്ചുകൂടെ സ്റ്റൈലൊന്ന് മാറ്റി വേറെ സാധനങ്ങളൊക്കെ ആക്കിയത് മാത്രം.
അത്രയും ഇൻപുട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ജർമ്മൻ സ്ത്രീകളെയും ജർമ്മനിയിലുള്ള പൗരന്മാരെ കണ്ടിട്ടുണ്ട്. വമ്പൻ ശരീരമായിരിക്കും. അവന്മാര് നമ്മുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന കണ്ടിട്ട് അവരിങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കും. കാരണം അവര് ഒരു നേരം കഴിക്കുന്നതിന്റെ 3-4 ഇരട്ടിയാണ് നമ്മൾ ഒറ്റ നേരം കഴിക്കുക. അവര് ഗടാഗടിയന്മാരാണ്, വമ്പൻ ശരീരവും വമ്പൻ എനർജിയും ഉള്ളവരാണ്. നമ്മൾ ഇത് തിന്നിട്ട് തളർന്നിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ വിദേശങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള ആളുകളായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക നമ്മുടെ യൂട്ടിലൈസേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോ ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു സെൽഫ് ഓർഗനൈസിങ് എൻറ്റിറ്റിയാണ്. ജീവനുള്ളതാണല്ലോ ശരീരം. ജീവൻ എന്ന് വെച്ചാൽ സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്, എല്ലാം സ്വയം ചെയ്യുന്നത്. നമ്മുടെ ശരീരം ഒരു ഏകകോശ ജീവിയിൽ നിന്നും, സൈഗോട്ടിൽ നിന്നും ഇത്രയും വലിയ ശരീരത്തെ ഉണ്ടാക്കിയെടുത്തത് ഈ ജീവനാണ്. അപ്പൊ ആ ജീവന് ആണിത് മുഴുവൻ ഉണ്ടാക്കിയത്. വെച്ചാൽ ഏകകോശത്തിൽ നിന്നും ഹൃദയവും കരളും ലങ്സും എല്ലാം വെച്ച് നമ്മുടെ ശരീരത്തെ ഇത്രയേറെ രൂപത്തിലാക്കിയ ആ ജീവൻ അറിയാം അതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ, അതിനെ ശരിയാമിതം കൊണ്ടുപോകാൻ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കും. ഭക്ഷണം കൊടുക്കും, ഔഷധങ്ങൾ കൊടുക്കും, നമുക്ക് തോന്നുന്ന സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് കൊടുക്കും. ഇപ്പോ പെട്രോൾ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് പെട്രോൾ ഒഴിച്ച് ഓടാനാണ്. അതിന് മണ്ണെണ്ണയോ ഡീസലോ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റൈലങ്ങ് മാറും. നമ്മൾ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ വന്ന് ജീവിക്കാൻ തുടങ്ങിയ ശേഷം, നാട്ടിൽ വന്ന് നടിയിൽ തുടങ്ങി, നാട്ടിൽ വന്ന് കാടൊക്കെ വെട്ടിമാറ്റി ജീവിക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾ പല സംസ്കാരങ്ങളിലൂടെ പെട്ടുപോയപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ പൊരിച്ചും കരിച്ചും തിന്നുന്ന ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ഫ്രൂജിവോറസ് എന്ന വർഗത്തിൽപ്പെടുന്ന മനുഷ്യൻ, മെയിൻലാൻഡിലെ മനുഷ്യരൊക്കെ തന്നെ ഫ്രൂജിവോറസ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെടുന്നതാണ്. അതായത് അവന്റെ നട്ടെല്ലിന്റെ നീളത്തിന്റെ 22 ഇരട്ടിയായിരിക്കും അവന്റെ കുടലിന്റെ നീളം. അവന് ഫ്രൂട്ടാണ് ഏറ്റവും നന്നായിട്ട് ഡൈജസ്റ്റ് ആവുക. ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ ചില ഹെർബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവന് ഡൈജസ്റ്റ് ആവുക. കിഴങ്ങുകൾ പോലും അവന് നേരാമണ്ണം ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ കിഴങ്ങ് വേവിച്ച് കഴിക്കേണ്ടി വരും. കിഴങ്ങ് പച്ചക്ക് തിന്നാൻ പറ്റില്ലല്ലോ. പച്ചക്കറികൾ പച്ചക്ക് തിന്നാം. ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യാവസായിക രീതികൾ, നഗരവൽക്കരണം ഉണ്ടായതിനു ശേഷമാണ് ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോ അതുപോലെ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഹ്യൂമൻ ജനറേഷന്റെ ആ സമയത്ത് തുടക്കത്തിൽ ഇതൊന്നും നമ്മൾ ആരും കഴിച്ചിട്ടില്ല. കുരുവിയുടെ ഭക്ഷണമാണ് ധാന്യം. അതിനെ ബൾക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്യാവസായിക കൃഷി തുടങ്ങി. ആ കൃഷിയിലൂടെ ബൾക്കായിട്ട് ധാന്യങ്ങൾ ഉണ്ടാക്കി അതിനെ ബൾക്കായിട്ട് വേവിച്ച് ബൾക്കായിട്ട് തിന്നുന്ന ഒരു പരിപാടി. ശരിക്കും ധാന്യം നിറഞ്ഞത് ഒന്നൊന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തിന്നാൻ പറ്റും? അരിയാണ് നമ്മൾ തിന്നുന്നിരിക്കട്ടെ, അരിയോ അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള, ഇപ്പോ എന്താ പറയാ, ചോളം പോലുള്ള ധാന്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഓരോ മണിയായിട്ട് തിന്നുകയാണെങ്കിൽ എത്ര തിന്നും? നമുക്ക് ഒരു പിടി മുഴുവൻ തിന്നാൻ പറ്റില്ല. കാരണം അത്രയും ചവയ്ക്കണം. അത്രയും ചവയ്ക്കുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് നിൽക്കും. അപ്പൊ നമ്മൾ ഇതിനെ ബൾക്കായിട്ട് പുഴുങ്ങിയിട്ട് ബൾക്കായിട്ട് ഇങ്ങനെ ഉരുട്ടി വായിലിടുന്ന സമയത്ത് നമ്മൾ ഇത് അറിയില്ല. നമ്മൾ എത്ര ക്വാണ്ടിറ്റി അകത്തേക്ക് കേട്ടണമെന്ന് നമ്മൾ അറിയില്ല. അങ്ങനെയാണ് ഇത്രയേറെ ക്വാണ്ടിറ്റി വേണ്ടി വരുന്നത്. പിന്നെ ഈ ഫ്രൂജിവോറസ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെടുന്ന നമ്മൾ ഹെർബിവോറസിന്റെ ഭക്ഷണമായിട്ടുള്ള ഹെർബുകളും കൂടെ അല്പം ഉപയോഗിക്കായിരുന്നു. അത് പിന്നീട് മാറിയിട്ടാണ് ധാന്യാഹാരത്തിലേക്കും പിന്നെ ചില പന്നകാലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാംസാഹാരത്തിലേക്കൊക്കെ തിരിഞ്ഞത്. ഈ എക്സിമോസും ഒക്കെ അവർക്ക് മത്സ്യം കഴിക്കാൻ ദഹിക്കും. അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രൈൻ സിസ്റ്റം ആണ് അവർക്കുള്ളത്. നമ്മുടെ ഇവിടെ മെയിൻലാൻഡിലുള്ളവർ ധാന്യങ്ങൾ ആണ് കുറെ കാലങ്ങളായിട്ട് കഴിക്കുന്നത്. പക്ഷെ അവര് ഫ്രൂജിവോറസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഘടനയാണ് അവർക്കുള്ളത്. പല്ലിന്റെ ഘടന, അതുപോലെ കണ്ണിന്റെ കാഴ്ചയുടെ ഘടന, അങ്ങനെയുള്ള കുറെ, അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇൻഡസ്ട്രൈനൽ ചില എൻസൈമുകളൊക്കെ ഉണ്ട്. ഈ ഇത്തരം എൻസൈമുകളൊക്കെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവികളിൽ പെടുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഈ ജീവികൾക്കെല്ലാം തന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ അവരുടെ സ്വന്തം രീതിയിലുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഫുഡിലേക്ക് ശരീരത്തെ അഡാപ്റ്റ് ചെയ്യാൻ അവയ്ക്ക് കഴിയും. മാൻകുട്ടികൾക്ക് ഈ പശുവിന്റെ മാംസം വേവിച്ച് ഉണക്കി പൊടിച്ച് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുന്ന രീതികളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ശരീരമൊക്കെ ബൾക്കായിട്ട് വരും, പക്ഷെ അധികകാലം ജീവിക്കില്ല, അതിനു മുമ്പ് അത് പോകും.
പക്ഷെ ഉള്ള കാലം അത് ഭയങ്കര എന്താ പറയാ അഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കാൻ ഉണ്ടാവുക. അതേപോലൊരു ഗ്രോത്ത് ആണ് മനുഷ്യന് ഈ ധാന്യം കഴിച്ചു തുടങ്ങിയ മനുഷ്യന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻടേക്ക് ഉണ്ട്, അതിനനുസരിച്ചുള്ള ശരീര വളർച്ചയുണ്ട്. അപ്പോ ഈ നാഗരിക ജീവിതം തുടങ്ങിയ കാലത്തും നഗരത്തിലുള്ള ആളുകളെ പോറ്റാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് ധാന്യങ്ങൾ ഉണ്ടാക്കി അവ കഴിച്ച് അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. പിന്നെ മാംസാഹാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡീഷണൽ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോ അത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരും. ആ സൈഗോട്ടിലെ ജീവനാണ് ഇത്രയും ബിൽഡ് ചെയ്തതെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനെയാണ് അതിന്റെ ഡൈജസ്റ്റീവ് പ്രോസസ് എന്നുള്ളത്, അതിന്റെ മെറ്റാബോളിസം ഇന്ന രീതിയിൽ വേണം നടക്കാൻ എന്നുള്ളതൊക്കെ ഉണ്ട്. ആ സിസ്റ്റം തകരാറിലാവും. ഒരു പ്രാവശ്യം കഴിച്ചതുകൊണ്ടോ 2 പ്രാവശ്യം കഴിച്ചതുകൊണ്ടോ അല്ല തകരാറിലാവുന്നത്, നിരന്തരം കഴിക്കുന്ന സമയത്ത് തകരാറിലാവും. ഒറ്റ പ്രാവശ്യം കഴിച്ചാൽ തകരാറിലാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പോ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഇവിടെ ഈ ഹിന്ദുക്കൾ കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോ 28 കെട്ടുക എന്നൊരു ചടങ്ങുണ്ട്. കുഞ്ഞ് ജനിച്ച് 28ാമത്തെ ദിവസം ഒരു ചടങ്ങില് 28 കെട്ടുമ്പോൾ ഈ ധാന്യപ്പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് കുറുക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വരുന്ന ആളുകൾ മുഴുവൻ കുഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇങ്ങനെ തൊട്ടതിന്റെ നാക്കി വെച്ച് പോകും. ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും. അന്ന് വൈകുന്നേരം തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയും അതിന്റെ അമ്മയും വീട്ടുകാരും ഒക്കെ കൂടെ ആശുപത്രിയിൽ പോകും. സ്ഥിരം പരിപാടിയാണ്, എല്ലാ വീട്ടിലും ഉള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകും. കാരണം കുഞ്ഞ് എന്ന് പറയുന്നത് പാല് കുടിക്കാൻ പാകത്തിലുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് ധാന്യാഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കില്ല. പിന്നെ അത് കഴിച്ച് ശീലമായി കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഈ സാമ്പാറും കൂട്ടി ചോറ് കഴിക്കാനും, പിന്നെ സാമ്പാർ വളരെ കോംപ്ലിക്കേറ്റഡ് ഫുഡാണ് കേട്ടോ, അതോടെ ഇരിക്കട്ടെ. അതേപോലെ തന്നെയാണ് ബിരിയാണി പോലുള്ള സാധനങ്ങളും ഒക്കെ കഴിക്കുന്നത്. ഈ അറബികള് ബിരിയാണിയും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നത് അറിയാലോ എങ്ങനെയാന്ന്. നമ്മളെ പോലെ സ്പൈസി സാധനങ്ങളൊന്നും അല്ല, അതിന് അതിൻ്റെതായുള്ള ചെറിയ ചേരുവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടുകൂടി അവര് നിർത്തും. നമ്മുടെ നാട്ടില് അവര് കഴിക്കണ പോലെ കഴിക്കണം എന്നും പറഞ്ഞിട്ട് ഇവിടെയുള്ള സർവ്വ സ്പൈസും അതിനകത്ത് കൊണ്ടിട്ട് എരിവും ഉപ്പും പുളിയും ഒക്കെ കൂടെ കൂട്ടി ഒരു വല്ലാത്തൊരു പരുവത്തിലാണ് നമ്മൾ കഴിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ധാന്യാഹാരം എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. നമ്മൾ ശീലിച്ചു കഴിയുമ്പോൾ വലിയവർക്കത് കഴിച്ച് കഴിഞ്ഞ് പോകുന്നു മാത്രം. ഇത് പിന്നീട് എന്താ വെച്ചാൽ ഈ ഭക്ഷണം മുഴുവൻ ദഹിപ്പിക്കാൻ, ഇപ്പൊ സാധാരണ രീതിയിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ സദ്യ, വെജിറ്റേറിയൻ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ അകത്തേക്ക് കയറുന്ന ഭക്ഷണം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ കടന്നുപോയിട്ട് ആദ്യം റിസപ്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എലിമിനേഷൻ, ഈ 3 സ്റ്റേജ് കഴിയണമെന്ന് വെച്ചാൽ 16 മണിക്കൂർ വേണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും 16 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടോ? നമ്മൾ 16 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇൻടേക്ക് കൊടുക്കും. ആ സമയത്ത് ഡൈജസ്റ്റീവ് പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആവില്ല. അത് ആദ്യം മുതൽ അതിന്റെ പ്രോസസ് തുടങ്ങും. അങ്ങനെയാണ് അതിന്റെ നേച്ചർ, ലോ ഓഫ് ഡൈജസ്റ്റീവ് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ തുടക്കം മുതലുള്ള പണികൾ വീണ്ടും തുടങ്ങി, പിന്നെ ഇത് പകുതി എത്തുമ്പോഴേക്കും വീണ്ടും തുടങ്ങി വരുമ്പോൾ ഈ എക്സോഷൻ എന്നുള്ളത്, എലിമിനേഷൻ എന്നുള്ളത്, ശരീരത്തിൽ നിന്ന് വിസർജനം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കാണ്ട് വരും. അത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ശരീരം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പതുക്കെ തടിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ മലമായിട്ട് ശരീരത്തിനകത്ത് കിടക്കുന്നത് കൂടുതൽ കാലം അവിടെ നിർത്തിവെക്കാൻ പറ്റാത്തതുകൊണ്ട് ശരീരം ബ്ലഡ് വെസൽസിൽ കയറ്റിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റിയിട്ട് സ്കിന്നിന്റെ താഴെ സ്റ്റോർ ചെയ്യും. ശരീരത്തിൽ അധികം യൂട്ടിലൈസേഷൻ ഇല്ലാത്ത ഏരിയകളിൽ സ്റ്റോർ ചെയ്യും. മറ്റേ സ്റ്റോമക്കിന്റെ നേരെ മുമ്പില്, ബെല്ലിയില്, പിന്നെ ഈ നമ്മള് മസിൽസില്, അതുപോലെ തന്നെ സ്കിന്നിന്റെ താഴെ ഒക്കെ ആയിട്ട് കൊഴുപ്പിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ഭക്ഷണം കഴിക്കാതെ വരികയാണെങ്കിൽ ഇതെടുത്തിട്ട് വീണ്ടും റീപ്രോസസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ അത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ, ഈ 3 നേരം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ സാധനം മലം വെളിയിലേക്ക് പോകാതെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക അവൻ അങ്ങ് നന്നായി എന്നാ. അത് ചെയ്യാത്തവനെ കാണുന്ന സമയത്ത് നമ്മൾ പറയും മറ്റവൻ ക്ഷീണിച്ചു പോയി. ഇവന്റെ ശരീരത്തിൽ മലം കുറവാണ്, മറ്റവരുടെ ശരീരത്തിൽ മലം കൂടുതലാണ്. ആ മലം എന്ന് പറയുന്നത് ഈ മറ്റേ നമ്മൾ ഈ ബിൽറുബിനുള്ള മഞ്ഞ നിറത്തിലുള്ള മലം ഉണ്ടല്ലോ, അതായിട്ടല്ല, ഇൻഡൈജസ്റ്റീവ് ഫുഡായിട്ട് ഫാറ്റിന്റെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് അത് സ്കിന്നിന്റെ താഴെ മൊത്തത്തില്, അതുപോലെ തന്നെ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡിന്റെ ഇടയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ സാധനം ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കും. അതാണ് നമ്മൾ തടിയാക്കി മാറ്റുന്നത്, തടിയാണെന്ന് നമ്മൾ പരിഭാഷിക്കുന്നത്. അപ്പോ അങ്ങനെ കുറെ കഴിയുമ്പോൾ ശരീരത്തിന്റെ ഈ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഡെപ്പോസിറ്റ്സ് വരുന്ന സമയത്ത് ശരീരത്തിനകത്തൂടെയുള്ള പ്രവാഹങ്ങൾ, രക്തപ്രവാഹത്തിൽ കുറവ് വരും.
നെർവസ് സിസ്റ്റത്തിന്റെ പ്രവാഹത്തിൽ കുറവ് വരും, സർക്കുലേഷൻസിന് കമ്മി ആവും. അപ്പോൾ ശരീരത്തിന് എല്ലാ സപ്ലൈസും കിട്ടാതെ വരുന്ന സമയത്ത് ശരീരം അതിനകത്തുള്ള സാധനങ്ങളെ ശരീരവുമായിട്ട് ചേർത്ത് നിർത്തുന്ന, അതായത് നമ്മളിപ്പോ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ഇത് ശരീരമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കാനായിട്ട് ഇതിന്റെ ഇടയിൽ ഒരു പാളി കൊണ്ടുവരും. അതിനാണ് മ്യൂക്കസ് എന്ന് പറയാം, മ്യൂക്കസ് മെമ്പറൈൻ. ആ മ്യൂക്കസ് ആണ് കഫം എന്ന് പറയുന്നത്. അപ്പോ ഈ കഫത്തിന്റെ രൂപത്തിൽ ഇതിനെ എല്ലാം ഈ ടോക്സിൻസിനെ എല്ലാം വെളിയിലേക്ക് തള്ളാനായിട്ട് ശരീരം ശ്രമിക്കും. അതാണ് ആദ്യം വരുന്ന ജലദോഷം. പിന്നെ അതും വീണ്ടും കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഫെർമെന്റൈസ് ചെയ്യാൻ തുടങ്ങും. അതാണ് പനിയായിട്ട് വരിക. ഹൈപ്പോതലാമസ് ഇതിനെല്ലാം പിടിച്ച് തള്ളാനായിട്ട് ഒരു ശ്രമം നടത്തുമ്പോഴാണ് പനി ഉണ്ടാവുക. അതിനെ സപ്രസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ടുകൾ ഉണ്ടാവുന്നു. നീർക്കെട്ട് തുടർന്ന് അതാരാ അത് എഫ് സാരി അനിയന്. ഹലോ, നമസ്കാരം. സുഖായിരിക്കുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് സപ്ലൈ കുറയുന്ന സമയത്ത് അവിടേക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടി ശരീരത്തിൽ സ്റ്റിമുലേഷൻ ആവശ്യമായിട്ട് വരും. ആ സ്റ്റിമുലേഷൻ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ ചൊറിച്ചിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പല ഭാഗത്തും ശരീരത്തിൽ ഉണ്ടാകാൻ തുടങ്ങും. ഇറിറ്റേഷന് നമ്മൾ എന്നിട്ടും നമ്മുടെ ശരീരത്തിന് ക്ലൻസിങ് പറ്റിയില്ല എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇൻഡ്യൂറേഷൻ ആവും. ഇൻഡ്യൂറേഷൻ എന്ന് വെച്ചാൽ കല്ലിക്കൽ എന്നുള്ള രീതിയിലേക്ക് പോകും. പല ഭാഗവും കല്ല് പോലെയാവും. അപ്പൊ ഈ കല്ലിക്കൽ എന്നുള്ളൊരു അവസ്ഥ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ദുർമാംസീകരണം, കാൻസറേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സാധാരണ മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സമയം കൊടുക്കാത്ത നമ്മൾ ശരീരത്തിൽ പിടിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പോയി 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 എത്തുന്നത് അവിടെയാണ്. ഇതിന്റെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള കാര്യങ്ങളായിട്ടാണ് ഓരോരുത്തർക്കും ഓരോ തരം അസുഖങ്ങളായിട്ട് വരുന്നത്. ഇതിന്റെ വ്യത്യസ്ത ഫോമുകളാണ്, ഈ പറഞ്ഞ സ്റ്റേജുകളിലുള്ള ഏതെങ്കിലും ഫോമുകളാണ്. ഇപ്പൊ നീർക്കെട്ട് എന്ന് പറഞ്ഞു, അത് നമ്മൾ പാൻക്രിയാസിൽ വന്ന പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയും, കരളിൽ വന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഇത് ഓരോ ഭാഗത്ത് വരുന്നതനുസരിച്ച് ഐറ്റിസ് രോഗങ്ങൾ ഓരോ രൂപത്തിൽ വരും. ഓരോ ഭാഗത്ത് ഇൻഡ്യൂറേഷൻ വരും. അപ്പൊ അവിടെ ഇപ്പൊ കുടല് സ്റ്റക്കായി, കുടലിന്റെ പ്രവർത്തനം നിന്ന് അപ്പൊ കുടല് കട്ട് ചെയ്യണം എന്ന് പറയുന്നു. അത് പിന്നെയും തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാൻസർ വരും. അപ്പൊ ഈ രൂപത്തിലാണ് ഇത് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നത്ര നാച്ചുറൽ ഫുഡിലേക്ക് വരിക, ജീവനുള്ള ഭക്ഷണം കഴിക്കുക. എന്നുവെച്ചാൽ ഈ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരു കുട്ടകം വെച്ചിട്ട് കുട്ടകം അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ജീവനുള്ള ഒരാളെ പിടിച്ചിട്ട് അയാൾ ചത്തുപോലെ, അതുപോലെ അടുപ്പത്ത് വെച്ച് നമ്മൾ പാചകം ചെയ്യുന്നതോടുകൂടി ഭക്ഷണത്തിന്റെ ജൈവാംശം, ജീവൻ അങ്ങ് നഷ്ടപ്പെടും. ഈ ജീവൻ നിലനിർത്താൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ ജീവൻ ഇട്ടില്ലതാൻ. അത് നിരന്തരമായി കഴിച്ചു പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിന്റെ കൂടുതൽ സ്പീഡിലേക്ക് വരും. പിന്നെ ഇതിൽ ഞാൻ പറയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ കോംപ്ലക്സ് ഫുഡുകളുണ്ട്, ഇംപ്രോപ്പർ കോമ്പിനേഷൻസ് ഉണ്ട്. നേരത്തെ സാമ്പാറിന്റെ കാര്യം പറഞ്ഞില്ലേ, സാമ്പാർ എന്നുള്ളൊരു സാധനത്തില് ഇപ്പൊ ഇവിടെ പാലക്കാട് ഉണ്ടാക്കുന്ന സാമ്പാറിൽ ഏതാണ്ട് 22 സാധനം, മിനിമം 22 സാധനങ്ങൾ, 22 ഐറ്റംസ് ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക മിനിമം. അതിന്റെ മുകളിലേക്ക് പിന്നെയും പോവാം. ഈ 22 സാധനങ്ങൾക്ക് 22 ഡൈജസ്റ്റീവ് എൻസൈമുകളാണ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാമ്പാറും മാത്രമല്ലല്ലോ കഴിക്കുക, സദ്യക്ക് സാമ്പാർ ഒഴിക്കാന്ന് വെച്ചാൽ എന്തൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ശരീരത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഇതിൽ എന്തിനെയാണ് ശരീരം ദഹിപ്പിക്കുക, ഏത് തരം ഡൈജസ്റ്റീവ് എൻസൈമുകളാണ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ശരീരത്തിന് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ശരീരം നിന്ന് തളരുന്നത്. സദ്യ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തളർച്ച വരുമല്ലോ. അപ്പോ ഈ രീതിയിൽ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഭക്ഷണത്തിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ, ഇംപ്രോപ്പർ ടൈമിംഗ്. ഇപ്പൊ രാത്രി സൂര്യപ്രകാശം അസ്തമിച്ച് കഴിഞ്ഞാൽ, സൂര്യപ്രകാശം പോയി കഴിഞ്ഞാൽ പിന്നെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ തിന്നാൻ തുടങ്ങുന്നത് രാത്രിയായതിനു ശേഷം. പലരും ഇപ്പോ ആധുനിക കാലത്ത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത കാലത്ത് ഇവിടെ കുറെ ഈ മന്തി കടകൾ, അതുപോലെ തന്നെ ഷവർമ കടകളൊക്കെ വന്നിട്ടുണ്ട്. 11 മണി 12 മണിക്കൊക്കെ ആളുകൾ വരി നിന്ന് തിന്നണതാണ്. ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം റോഡിൽ ഇറങ്ങിയ മൊത്തം ശവം കരിഞ്ഞ മണമാണ് വരിക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റേ ശ്മശാനത്തിന്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാലേ അവിടെ മറ്റേ ശരീരം കരിക്കുന്ന മണം ഉണ്ടല്ലോ, അതേ മണം, ഇത്തിരി സ്പൈസും കൂടെ ചേർന്നിട്ടുള്ള മണമാണ് നമ്മുടെ നാട്ടിൽ മുഴുവനുള്ളത്.
അപ്പൊ വൈകുന്നേരം ശവങ്കരിക്കലാണ് പരിപാടി. ഇത് തിന്നാൻ രാത്രി മുഴുവൻ വരിയായിട്ട് ആളുകൾ നിൽക്കുക. ഇതേ ക്യൂ വേറൊരിടത്തും കാണാം ആശുപത്രിയുടെ മുമ്പിൽ. ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മുൻപിലാണെന്ന് പറയുന്നു. ആരോഗ്യരംഗം മുമ്പിലാണെന്നുള്ള തെളിവായിട്ട് കാണിക്കുന്നത് കേരളത്തിൽ ഇത്രയേറെ ആശുപത്രികൾ ഉണ്ടെന്നാണ്. ആശുപത്രികൾ ഉണ്ടെന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? ഇത്രയേറെ രോഗികൾ ഉണ്ടെന്നാണ്. ആരോഗ്യം മുന്നിലായി എന്നല്ല, ആരോഗ്യം പുറകോട്ട് പോയി എന്നാണ്. ആഫ്രിക്കയിലെ 1-2 നഗരങ്ങളുണ്ട്, അവിടെ ആശുപത്രികളില്ല. ആശുപത്രികളില്ല. ആ കൺട്രിയിൽ വളരെ ചുരുക്കം ആശുപത്രികളേ ഉള്ളൂ, 2-3 ആശുപത്രികളേ ഉള്ളൂ. അവിടെ ആളുകളും കുറവാണ്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അഫ്ഗാനിസ്ഥാനിലെ കുറെ ഭാഗങ്ങളുണ്ട്. അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഒരു 18, 20, 22 അല്ലെങ്കിൽ 30 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ പോലെയുള്ള ഒരുപാട് പേരെ നമുക്ക് ആ നാട്ടിൽ കാണാൻ കഴിയും. പ്രായം ചോദിച്ചാൽ 80, 85 പറയും. എന്ന് വെച്ചാൽ 85 വയസ്സുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ 30 വയസ്സിന്റെ പോലെ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണം ആ രീതിയിലാണ്, വളരെ ശരിയായ രീതിയിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അവർ കുക്ക് ഫുഡ് തന്നെ കഴിക്കണം കേട്ടോ, കുക്ക് ഫുഡാണ് കഴിക്കുന്നത്. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? അവര് രാത്രി ഭക്ഷണം കഴിക്കില്ല, ദിവസം 1 നേരം അല്ലെങ്കിൽ 2 നേരമേ കഴിക്കുള്ളൂ, അത് മിതമായേ കഴിക്കുള്ളൂ. അതിന്റെ കൂടെ ജീവനുള്ള ഘടകങ്ങൾ ഒരുപാട് ശരീരത്തിൽ ചെല്ലും. അവർക്ക് ടെൻഷൻ കുറവാണ്, ആ സ്പൈസസ് യൂസ് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തെ ഒരുവിധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല നമ്മുടെ നാടിന്റെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോയാൽ, ട്രെൻഡ് എന്ന് പറയുന്നത് നാട്ടുകാരൊക്കെ കൂടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അതിന്റെ പുറകിൽ ആസൂത്രണങ്ങൾ വേറെ ഉണ്ട്, അതോടെ ഇരിക്കട്ടെ. എങ്കിലും നാട്ടിലെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പോയാൽ നമ്മുടെ ആരോഗ്യം വെള്ളത്തിലാവും. അപ്പോ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുക, രാത്രി ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുക, ഒരുപാട് തവണ കഴിക്കുന്നത്. ഇപ്പൊ 2 നേരത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. 2 നേരത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ലഹരികൾ ഉപേക്ഷിക്കാൻ നമ്മൾ പറയുമ്പോൾ ആളുകൾ മദ്യം, പുക, ഇത് രണ്ടാണ് ലഹരിയായിട്ട് കരുതി. ചോറുണ്ണുക എന്നുള്ളത് ലഹരിയാണ്, കാപ്പി കുടിക്കുക എന്നുള്ളത് ലഹരിയാണ്. ചോറ് നമ്മുടെ ഭക്ഷണമല്ല. പക്ഷെ ചോറില്ലാതിരിക്കാൻ മലയാളിക്ക് പറ്റില്ല. കാരണം നമ്മൾ അതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തു. നമ്മളിവിടെ ചായ, ഒരു വീട്ടില് വിരുന്ന് പോയി കഴിഞ്ഞാൽ അവരെന്താ തരിക? ചായ അല്ലെ? ചായ കൊടുക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണ്. ഇവിടെ നമ്മൾ ചാരായം കൊടുത്താത്ത അവസ്ഥ എന്താ? നമ്മുടെ സദാചാരം മുഴുവൻ തെറ്റിപ്പോയി എന്ന് പറയും. ചില നാടുകളിൽ പോയി അവര് ഹോട്ട് ഡ്രിങ്ക് ആണ് കൊടുക്കുക. അപ്പോ നമ്മുടെ നാട്ടിലെ ഹോട്ട് ഡ്രിങ്ക് കൊടുക്കുന്നില്ല, പകരം ചായ കൊടുക്കുന്നു. ചായ സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതേപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെട്ട ആരും ചിന്തിക്കാത്ത ഒരു സാധനമാണ് ഈ ചോറ് എന്ന് പറയുന്നത്. ചോറ്, ചപ്പാത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ അതിനോട് അഡിക്റ്റ് ആയി പോയതുകൊണ്ട് അത് നല്ലത് എന്ന് കരുതുന്നവരാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. ജീവനുള്ള ഭക്ഷണം ദിവസേന വീട്ടിനകത്ത് വീട്ടിന്റെ പരിസരത്ത് നിന്നും കളക്ട് ചെയ്ത ജീവനുള്ള ഭക്ഷണം ജീവനോടുകൂടി കഴിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് ക്യാരറ്റ് കിട്ടി, അത് ഇരുന്ന് ചവച്ചരച്ച് തിന്നാൽ മതി, ഒരു നേരത്തെ ഭക്ഷണമായി. ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. പിന്നെ ജലാംശമുള്ള പച്ചക്കറികൾ ശരീരത്തിനകത്തേക്ക് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ ബ്ലഡിന്റെ pH വാല്യൂ 7.4 നിൽക്കണം. ബ്ലഡിന്റെ pH നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അത് 7.4 എത്തുന്നതിന് പകരം 6-ലും 5-ലും ഒക്കെയാണ് നിൽക്കുക. ഇതാണ് ബ്ലഡ് അസിഡിറ്റി കൂട്ടുന്ന സംഭവം. നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാ ഫുഡും അങ്ങനെ അസിഡിറ്റി കൂട്ടുന്നതാണ്. അതിനെ കുറച്ച് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽക്കലൈൻ ഫുഡ് കഴിക്കണം. അപ്പോൾ കുമ്പളങ്ങ നീര്, മത്തന്റെ ജ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് രാവിലത്തെ ഭക്ഷണമായിട്ട്, രാവിലത്തെ പാനീയമായിട്ട് കുടിക്കാം, ചായ കുടിക്കുന്നതിന് പകരം. പിന്നെ വറുക്കുകയും പൊരിക്കുകയും എന്നില്ലാതെ കൺസർവേഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള വറുക്കുകയും പൊരിക്കുകയും ചെയ്യാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രം കഴിക്കുക. പിന്നെ അത് രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കഴിക്കുക. വൈകിട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ കഴിക്കുക. അതോടെ നിർത്തുക. അങ്ങനെ പോവാണെന്ന് വെച്ചാൽ ശരീരം ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. നല്ല ഉറക്കം കിട്ടും, നല്ല ശേഷി ഉണ്ടാവും. ഞങ്ങളൊക്കെ പോയി ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, കുക്ക് ഫുഡ് കഴിക്കില്ല, ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുക, ഫ്രൂട്ട്സും നട്ട്സും മാത്രം കഴിക്കുക. അപ്പൊ ക്ഷീണം ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചോളം ചോറ് കിട്ടിയില്ല, കഞ്ഞി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അങ്ങനെ മാനസികമായിട്ട് തോന്നലുള്ള ആളുകൾ ഇതിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ തളർന്നിരിക്കും. കാരണം കഞ്ഞി കിട്ടിയില്ല, പഴം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നത്. ഈ പഴം, ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എനർജിയാണ്, ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം മെന്റലി അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനൊരു ഇൻട്രഡക്ഷൻ തന്നു എന്ന് മാത്രം. ഇനി നിങ്ങളുടെ
ഇത് ഒരു ദിവസം കൊണ്ട് മനസ്സിലാവുന്ന കാര്യമല്ല. ഇതൊരു യാത്രയാണ്. തുടങ്ങി അതിനകത്തേക്ക് ഇങ്ങനെ പതുക്കെ കയറി പോകുമ്പോഴാണ് ഓരോന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭക്ഷണം ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ. ഇപ്പൊ ഉപവാസം എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഫാസ്റ്റിംഗ് അല്ല നോമ്പ് ഉണ്ടല്ലോ, അത് ഉപവാസം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇനി അഥവാ നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ മാപ്പിളമാരെ തിന്നുന്ന അങ്ങനെയല്ലല്ലോ. ആണോ? രാവിലെ മൂക്കറ്റം തിന്നും, എന്നിട്ട് പകല് മുഴുവൻ ഒന്നും കഴിക്കാതെ രാത്രി ആദ്യം ഒരു കാരക്കയില് ഈ ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കും. പിന്നെ കണ്ണുമുക്കില്ലാതെ തിന്നും. അങ്ങനെ ഫാസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ശരിക്കും നോമ്പ് എന്നുള്ളതിന് അതിന് കൃത്യമായിട്ട് ഉദ്ദേശമുണ്ട്. അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. ശരീരം മുഴുവൻ ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം ആത്മീയമായിട്ടുള്ള ആ ഒരു സംയമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അതില്ലല്ലോ. ഇതൊക്കെ ട്രെൻഡുകളായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന മതം എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോ ഈ ഹിന്ദുക്കൾക്കിടയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോ അരി ആഹാരം കഴിക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും പഴങ്ങൾ വല്ലതും കഴിക്കുക, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് വയറിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലുകാർ എന്ത് ചെയ്യുന്നറിയോ? അരി മാറ്റി ഗോതമ്പാക്കി. ചോറിനില്ല, ചപ്പാത്തി തിന്നും. 5 ചപ്പാത്തി തിന്നാ പോരെ? ചപ്പാത്തിയും മറ്റേ അതിന്റെ കൂടെ വേറെ വല്ല സാധനം കൂടെ കഴിച്ചാൽ നോമ്പായി എന്നാണ് വിചാരം. ഇതുപോലെ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഈ ഉപവാസം വെച്ചിട്ടുള്ളത് എന്തിനാ വെച്ചാൽ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മനസ്സും ആത്മീയ ഭാവവും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് മതങ്ങളിൽ ഉപവാസം വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു മതവും അത് പാലിക്കാറില്ല. അപ്പൊ ഇങ്ങനെ കുറേയേറെ വശങ്ങളുണ്ട്. ഇപ്പോ വർഷങ്ങള് കൊണ്ട് ബോധ്യപ്പെടേണ്ട കാര്യം 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള രൂപം തന്നതാണ്. എന്താ ഇത് പോരെ? എൻസൈമുകളെ പറ്റി പറയുമ്പോ അത് ഒരുപാട് അങ്ങനല്ലല്ലോ. സോറി, എന്താ എൻസൈമുകളെ പറ്റി പറയുന്നത് അത് ഓരോന്നിനുള്ള കോമൺ ആയിട്ടുള്ള അങ്ങനെയല്ല ഉണ്ടാവുക. അല്ല, കോമൺ ആയിട്ടല്ല ഉണ്ടാവുക. ഓരോന്നിനനുസരിച്ചുമാണ് ഉണ്ടാവുക. ഓരോ ഫുഡ് ഇൻഗ്രീഡിയന്റിനും അനുസരിച്ചാണ് ഉണ്ടാവുക. അത് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഹോൾ എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, ഹോളോൺ എന്നുള്ള പദം അറിയാലോ. ഹോൾ എന്നുള്ള അർത്ഥം ഭക്ഷണത്തിനുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുണ്ട്. നമ്മളൊരു സാധനത്തെ ഹോളായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഹോളിന് വേണ്ടതാണ് മറ്റേ ഡൈജസ്റ്റീവ് സിസ്റ്റം സെക്രീറ്റ് ചെയ്യുക. ഈ ഹോളിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 5 സാധനമായി അല്ലെങ്കിൽ 10 സാധനമായി. ഈ 10 എണ്ണമായിട്ടാണ് പിന്നെ അകത്തേക്ക് കയറുന്നത്. 10 എണ്ണത്തിനും വേണ്ടത് ശരീരം സെക്രീറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ഘട്ടമാണ്. ആദ്യം ഒന്ന് സെക്രീറ്റ് ചെയ്യുമ്പോ 10 ഇൻഗ്രീഡിയന്റ് ഫുഡ് 10 എണ്ണമായി, വേറെ സെക്രീറ്റ് ചെയ്യും. അല്ല, അങ്ങനെയല്ല. അതായത് ഹോളായിട്ട് നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ ശരീരം ഭക്ഷണത്തെ ഹോളായിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ദൈവം ഒന്നു ചേർത്ത് തന്നെ നിങ്ങൾ വേർതിരിക്കരുത്. നമ്മളിപ്പോ തവിട് കളഞ്ഞിട്ടാണ് ചോറ് കഴിക്കുക അല്ലെ? തവിടും ചോറും കൂടെ, തവിടും അരിയും കൂടെ ചേർന്നിട്ടാണ് ആ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മൾ തവിട് കളഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അരി നമ്മുടെ ഭക്ഷണം അല്ല എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇനി ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ തവിട് കളഞ്ഞ് പോളിഷ് ചെയ്തിട്ടേ നമ്മുടെ മലയാളി ഇത് കഴിക്കുള്ളൂ. മലയാളി അല്ല, പൊതുവെ സൗത്ത് ഇന്ത്യൻസ് കഴിക്കുള്ളൂ. പിന്നെ മതക്കാരനൊന്നുമില്ല കേട്ടോ, സർവ്വ ആളുകൾ. അപ്പോ ഈ ഹോൾ എന്നുള്ള രീതിയിലാവുന്ന സമയത്ത് ഇപ്പൊ കാർബോഹൈഡ്രേറ്റും മറ്റേ തവിടിൽ ഉണ്ടാവുന്ന പ്രോട്ടീനും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ബാലൻസ്ഡ് സാധനമാണ് അകത്തേക്ക് കയറുക. നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ബാലൻസ് തെറ്റി. സാമ്പാർ എന്നുള്ള സംഭവത്തിന് പകരം നമ്മളിപ്പോ ഒരു തക്കാളിയാണ് കഴിക്കുന്നത്. തക്കാളിയിൽ ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ മറ്റ് ന്യൂട്രിയൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചെല്ലുന്നു. ഈ ഒരുമിച്ച് ചെല്ലുന്നവയെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ശരീരം മനസ്സിലാക്കുക. തക്കാളി എന്നുള്ള ഹോളിനെ മനസ്സിലാക്കിയിട്ട് ആ ഹോളിനനുസരിച്ചുള്ള ഒരു ഇന്റഗ്രേറ്റഡ് എൻസൈമാണ് ശരീരത്തിൽ ഉണ്ടാവുക. വെറും ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല ഉണ്ടാവുക, വെറും തയാലിൻ അല്ല ഉണ്ടാവുക. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ശരീരത്തിൽ ഉണ്ടാവുക. അതേസമയം നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് ഓരോന്നും ശരീരം വെവ്വേറെ ആയിട്ട് സെൻസ് ചെയ്യും. ഓരോന്നനുസരിച്ചുള്ള സെക്രീഷൻ മറ്റേ ഉൽപ്പാദിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് ശരീരം എത്തും. ശരീരത്തിന് അത് പറ്റാണ്ട് വരുമ്പോൾ ശരീരം ഉള്ളത് വെച്ചിട്ടങ്ങ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ അൺഡൈജസ്റ്റഡ് ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഫാറ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. ഹോള് ആയിട്ട് കഴിക്കുന്ന ഒരാള് ഹോളായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ
അതും കുക്ക്ഡ് അല്ലാണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഭക്ഷണം മുഴുവൻ ഡൈജസ്റ്റ് ആവും. വേണ്ടത് മാത്രം അബ്സോർബ് ചെയ്യും. എന്നുവെച്ചാൽ ഈ മെറ്റാബോളിസത്തിന് ആവശ്യമുള്ളത് മാത്രം അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് മുഴുവൻ എലിമിനേറ്റ് ചെയ്യും. ശരീരത്തിലൊന്നും കെട്ടിക്കിടക്കില്ല, ഇയാൾ തടി വെക്കില്ല. അതേസമയം അയാളുടെ പോഷണം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. മാൾ ന്യൂട്രീഷൻ അല്ല അവിടെ ഉണ്ടാവുക. ന്യൂട്രീഷൻ കൃത്യമായിട്ട് നടക്കും, വേസ്റ്റേജ് ഉണ്ടാവില്ല, ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല. ഇനി അല്ല, എന്റെ ഒരാളുടെ തടി അല്ലെങ്കിൽ എന്റെ ശരീരം നോർമൽ എന്നുള്ള അവസ്ഥ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്റെ നോർമലിലേക്ക് എത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചില തടിച്ച് പിറ്റാൻ നോക്കുന്നത് അത് ബൾക്ക് ചെയ്യുന്നത് വലുതാക്കുന്നതാണെന്ന് വാക്കിൽ തന്നെ ഉണ്ട്. എനിക്ക് എന്റെ നോർമലിൽ എത്താൻ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണത്തിൽ എന്താ മാറ്റം വരുന്നത്? ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാവില്ലേ? അല്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിരിക്കുക, ശരിയായ വ്യായാമം ഉണ്ടാവുക. നല്ല ഭക്ഷണം കഴിക്കുകയും ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ഈ 3 കാര്യങ്ങളും കൂടെ ചേർന്നാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ശരിയായ വ്യായാമം ഇല്ലെങ്കിൽ ഈ കഴിക്കുന്ന സാധനം അക്യുമുലേറ്റ് ചെയ്യപ്പെടും. മനസ്സിലല്ലേ? ശരിയായ വ്യായാമം ഉണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിയിലുള്ള, അതായത് ഇപ്പോ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും, ശരീരത്തിന്റെ പല ഏരിയകളിലും, ഇപ്പൊ നമ്മുടെ ജോയിന്റുകള് അതുപോലെയുള്ള പല ഏരിയകളിലും ബ്ലഡ് വെസൽസ് ഇല്ല. അവിടെ ബ്ലഡ് വെസൽസിന്റെ ആ ഫംഗ്ഷൻ നടക്കണം എങ്ങനെയാ വെച്ചാൽ അതിന്റെ ടിഷ്യൂസിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. ടിഷ്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്ഫറിങ് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലല്ലേ? അങ്ങനെയാണ് സപ്ലൈസ് എത്തുക. ഇന്റർസെല്ലുലർ ഫ്ലൂയിഡ് കിടക്കുന്ന സാധനത്തിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവ ചലിക്കണം. അതാണ് വ്യായാമം എന്നുള്ള സംഭവത്തിന്റെ ആവശ്യം, അല്ലാണ്ട് ഫാറ്റ് ബേൺ ചെയ്യലല്ല. നമ്മളിവിടെ പലപ്പോഴും വ്യായാമം ചെയ്യുന്നത് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാറ്റ് ബേണിംഗ് അല്ല വ്യായാമത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ എല്ലാ ജോയിന്റ്സും അനങ്ങുകയും എല്ലായിടത്തും സപ്ലൈസ് എത്തുകയും എന്നാൽ എനർജി ബേണിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്യും. യോഗ, തായ്ചി, ചിഗോങ്, ഇങ്ങനെയുള്ളതെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. എനർജിയെ പറ്റിയാണ്. ഫുഡ് കഴിച്ച് ഭയങ്കര അവസ്ഥ, ഫുഡ് കഴിച്ച് ടയേർഡ് ആവുന്ന അവസ്ഥ. അപ്പോ അതായത് ശരീരത്തില് ഏറ്റവും കൂടുതൽ ഹലോ നമ്മളെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഒന്ന് വരെ അവിടെ കണ്ടിട്ടുണ്ട് നമ്മള് മുക്കത്ത് സ്കൂളിൽ പോയി വന്നതാ. എന്താ ചോദിച്ചു? എനർജി അല്ലേ? എന്താ എനർജിയെ കുറിച്ച് എന്താ ചോദിച്ചത്? എനർജി നമ്മൾ ഫുഡ് കഴിക്കുമ്പോ എനർജി. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഒരു ധാരണ, ഈ പെട്രോൾ വണ്ടി കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കണം നമ്മുടെ ധാരണ ഈ പെട്രോൾ വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കണമല്ലോ. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഓടാൻ വേണ്ടിയുള്ള ഇന്ധനമാണ് ഭക്ഷണം എന്ന്. ഭക്ഷണത്തിൽ നിന്നും അല്ല നമുക്ക് ഊർജം കിട്ടുന്നത്. ഇപ്പോ ഇന്ന് രാവിലെ ഞാൻ ഇവരോട് പറഞ്ഞൊരു ഉദാഹരണം പറയാം. നമ്മൾ കുറെ ദൂരം നല്ല സ്പീഡിൽ ഓടി, ഒരു പട്ടിയെ കണ്ട് പേടിച്ചിട്ട് ഓടിയാണെന്ന് കൂട്ടിക്കോ. ഓടി ഒരറ്റത്തെത്തി നമ്മൾ തളർന്നു ശരിക്കും. ഇനി ഓടാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അതെ, കിതയ്ക്കും. അത് കഴിഞ്ഞ് ഒരുവിധം ശ്വാസം നോർമൽ ആയതിനു ശേഷം വെള്ളം കുടിക്കും. അതിനുശേഷം വിശ്രമിക്കും. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരാൾ പൊറോട്ട ഇറച്ചി കൊണ്ട് കൊടുത്താൽ ഇയാൾ തൊടാൻ പറ്റില്ല. അത് ഈ വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ അയാൾക്ക് ഒന്ന് എനർജറ്റിക് ആകണം എന്ന് തോന്നും. എങ്ങനെ? ശരീരത്തെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം തോന്നും. അപ്പൊ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. ശരീരത്തിലേക്ക് ഊർജം കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ അയണീകരിക്കപ്പെട്ടിട്ടുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ്. ബ്രീത്തിലൂടെയാണ് നമുക്ക് ശരീരത്തിലേക്ക് എനർജി കിട്ടുന്നത്. അതേസമയം ഗ്ലൂക്കോസ് എന്നുള്ള സംഭവം കാർബോഹൈഡ്രേറ്റ് ഫോമിൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് മൈറ്റോകോൺട്രിയയിൽ എത്തിയിട്ട് അത് മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഈ സാധനത്തെ ബേൺ ആക്കണമെങ്കിൽ ഈ അയണൈസ്ഡ് ഓക്സിജൻ വേണം. അത്
അതാണ് എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവം. അതിന് എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവിടെയുള്ള എല്ലാ മെറ്റീരിയലുകളെയും ശരീരം ഉപയോഗിക്കും. അതിലൊന്ന് കാർബോഹൈഡ്രേറ്റ് ആണ്, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ ഫോമിലാണ് ഈ മറ്റേ എനർജി സപ്ലൈ ഈ കോശങ്ങൾക്കിടയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ പേശികൾക്കിടയിൽ നടക്കുന്നത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഭക്ഷണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലും കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. മുതിർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബ്രീത്തേറിയൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബ്രീത്തേറിയൻ ലൈഫ്. യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും ബ്രീത്തേറിയൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ പ്രോപ്പർ ന്യൂട്രിയൻസ് കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ, അതായത് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നിരിക്കട്ടെ. ഈ നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാ സാധനങ്ങളെയും എല്ലാ വസ്തുക്കളുടെയും പ്രൈം ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എലമെന്റുകളാണ്, മൂലകങ്ങൾ അല്ലെ. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ മൂലകങ്ങളാണ്. ഈ മൂലകങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ഫണ്ടമെന്റലി സബാറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിന്റെ ഘടനയിലുള്ള മാറ്റമാണ് വസ്തുക്കളെ വെവ്വേറെ എലമെന്റുകളായി സൂക്ഷിക്കുന്നത്. അപ്പൊ ഇവർക്കിടയിലുള്ള എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ആൽക്കമി എന്ന് പറയാം. ഇവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് ആൽക്കമി എന്ന് പറയാം. ശരിക്കും ആൽക്കമി എന്നുള്ളത് വെളിയിൽ ഒരു സങ്കല്പമാണ്, ശരീരത്തിനകത്ത് സങ്കല്പമല്ല, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ലിവർ എന്ന് പറയുന്നത് ആൽക്കമി ഫാക്ടറിയാണ്. നമ്മളെ ശരീരത്തിനകത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കൊടുത്തില്ല, ശരീരത്തിന് റിക്വയർ ആയിട്ടുള്ള നമ്മൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ ശരീരം ആദ്യം ആ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 36 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്ത് വെച്ചാൽ ശരീരത്തിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കോശങ്ങളെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിസിൻറ്റഗ്രേറ്റ് വെച്ചാൽ വിഘടിപ്പിക്കും. വിഘടിപ്പിച്ചിട്ട് അതിനകത്ത് നിന്നും ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്താണോ അതിനെ അങ്ങ് എടുക്കും. എടുത്തിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാക്കി ശരീരം കുഞ്ഞുനാളിൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ ക്ലീൻ ബോഡി ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോ ഈ ആദ്യം കേടായ കോശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കോശങ്ങൾ മുഴുവൻ നശിച്ച് ജീർണിച്ച് അവയെ വിസർജനത്തിലൂടെ, വിസർജനം ശ്വാസത്തിന്റെ വിസർജനം, വിയർപ്പിന്റെ വിസർജനം, മൂത്രത്തിലെ വിസർജനം, പിന്നെ ഏറ്റവും ഒടുവിൽ മലവിസർജനം, ഇതുവഴി വെളിയിലേക്ക് വിടും. അപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അയാള് ഉപവസിക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾ വല്ലാതെ, ആദ്യം ഉണ്ടാവുന്ന വെച്ചാൽ ഈ കഴിച്ചതൊക്കെ വെളിയിലേക്ക് വരും, ഛർദിക്കും, പിന്നെ വയറിളക്കം വരും, അത് കഴിഞ്ഞിട്ട് ഭയങ്കര തളർച്ച വരും, എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ തളരും. അപ്പോ നമ്മൾ വിചാരിക്കും ആള് തീർന്നു, ഒന്നും സംഭവിക്കില്ല, അവിടെ കിടക്കും. 7 ദിവസം 8 ദിവസമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ തളർച്ച മാറും. 10-12 ദിവസം കഴിയുമ്പോഴേക്കും തളർച്ച നല്ലപോലെ കുറയും. 15 ദിവസം കഴിയുമ്പോഴേക്കും ഭയങ്കര എനർജറ്റിക് ആവും. ആ സമയത്ത് ഏത് മലമണ്ടയിൽ വലിഞ്ഞ കയറാൻ പറഞ്ഞാലും അവന് കയറാൻ പറ്റും. ഒരു 18 ദിവസം 20 ദിവസം ആകുമ്പോഴേക്കും വിശപ്പ് തുടങ്ങും. 1-ാം ദിവസം വിശപ്പ് നിൽക്കട്ടോ, 20-ാം ദിവസമൊക്കെ വിശപ്പ് തുടങ്ങും. എന്നിട്ട് ഒരു 2 ദിവസമോ 3 ദിവസമോ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ ഇയാളുടെ ശരീരം വളരെ ക്ലീൻ ഫോമിലായിരിക്കും പിന്നെ വർക്ക് ചെയ്യുക. ഇപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള, ഇപ്പോൾ 3rd സ്റ്റേജിലുള്ള, 4th സ്റ്റേജിന്റെ കാര്യം എനിക്ക് യാതൊരു അഷ്വറൻസും ഇല്ല. 3rd സ്റ്റേജിലുള്ള ക്യാൻസർ വരെ നമ്മൾ 2 തവണത്തെ ഫാസ്റ്റിംഗ് കൊണ്ട് സുഖമായിട്ട് മാറും. ശരീരത്തിൽ എന്ത് കേടുപാടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ മാറ്റാൻ പറ്റും. അതേസമയം നമുക്കൊരു അപകടത്തിൽ എല്ല് ഒടിഞ്ഞു, എല്ല് ഇങ്ങനെ നിൽക്കുന്ന എല്ല് പൊടിഞ്ഞ് ഇങ്ങനെയായി. ഈ സാധനത്തെ നേരെ കൊണ്ടുപോയി ചേർത്ത് വെച്ച് എന്തെങ്കിലും മറ്റേ കമ്പിയോ അലകോ വെച്ച് കെട്ടി ഷേപ്പ് ചെയ്തിട്ടില്ല വെച്ചാൽ ഇത് ഇങ്ങനെ നിന്നിട്ട് ശരീരം സെറ്റാവും. എങ്ങനെയാണോ ഒടിഞ്ഞത് ഒടിഞ്ഞ രീതിയിൽ ശരീരം സെറ്റാവും. പിന്നെ അതുകൊണ്ട് ശസ്ത്രക്രിയക്ക് നമ്മൾ ആ സിസ്റ്റം തന്നെ യൂസ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ളത് സാധാരണ രീതിയിലുണ്ടായ എന്ത് അസുഖമാണെങ്കിലും അത് ശരിയായ ഭക്ഷണത്തിലൂടെ അത് ക്രമീകരിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഫാസ്റ്റിങ്ങിലേക്ക് കയറിയാൽ മതി. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഫാസ്റ്റിംഗ് അല്ല കേട്ടോ പറയുന്നത്, 20 ദിവസം 25 ദിവസമൊക്കെ നീണ്ട ഫാസ്റ്റിംഗ് ആണ്. ആ ഫാസ്റ്റിങ്ങിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തളരും, പിന്നെ റിക്കവറായി വരും. പക്ഷെ അതൊക്കെ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയി ഫാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതൊക്കെ എക്സ്പേർട്സിന്റെ കൂടെ നിന്നിട്ടേ ചെയ്യാവൂ. ഇപ്പൊ എന്നെ പോലെ ഉള്ള അത് ഫാസ്റ്റിങ്ങിൽ നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അവർക്കറിയാം ഈ സമയത്ത് എന്തെല്ലാം വരുന്നു, ഹീലിംഗ് ക്രൈസിസുകളൊക്കെ ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നിട്ട് മാത്രമേ ഫാസ്റ്റിംഗ് ചെയ്യാവൂ. ചെയ്തു കഴിഞ്ഞാൽ എന്ത് രോഗമാണെങ്കിലും മാറും. ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി പോലുള്ള കാര്യങ്ങളില്ലേ, മറ്റേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥയൊക്കെ, ഈ ഫാസ്റ്റിങ്ങിന്റെ കാര്യമല്ല പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി പോലുള്ള കാര്യങ്ങൾ വരുന്നവർക്കും ഫാസ്റ്റിംഗ് ഉപകാരപ്പെടും. എന്തിന്? ശുദ്ധ ഭക്ഷണം, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് കുറച്ച് നാൾ പോയാൽ മതി, ഇൻഫെർട്ടിലിറ്റി മാറും.
കേരളത്തിലെ വേദനയില്ലാത്ത പ്രസവങ്ങൾ ആദ്യമേ കണ്ടക്ട് ചെയ്ത് ഇപ്പോഴല്ല കേട്ടോ, 22 23 കൊല്ലം അല്ല 25 കൊല്ലം മുമ്പാണ് പെയിൻലെസ് ഡെലിവറി ഞാൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വേദനയില്ലാത്ത പ്രസവം. പക്ഷെ അത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും സാധിക്കില്ല. എന്റെ ഭാര്യയ്ക്ക് അത് സാധിച്ചില്ല. പക്ഷെ നോർമൽ ഡെലിവറി ആയിരുന്നു, വേദന ഉണ്ടായി. കാരണം അത് മെന്റൽ പ്രോഗ്രാമിങ്ങിന്റെ കൂടെയാണ്. പക്ഷെ നമ്മൾ പലരെയും ആ പെയിൻലെസ് ഡെലിവറിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രസവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലെ നമ്മൾ ഇതുവരെ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും പിന്നെ വരാൻ പോകുന്ന ചോദ്യം. അപ്പൊ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ബുധനാഴ്ച ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പല ആളുകളോടും പറയുന്ന രീതി, ബുധനാഴ്ച ഭക്ഷണം കഴിക്കണ്ട, അതിന്റെ തലേന്നും പിറ്റേന്നും ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഫ്രൂട്ട്സ് കഴിക്കുക. വെള്ളിയാഴ്ച ആകുമ്പോൾ ലളിതമായിട്ടുള്ള സ്പൈസസ് ഒന്നും ഇല്ലാത്ത അവിയൽ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. ഞായറാഴ്ച ഒരു റെസ്ട്രിക്ഷനും വെക്കണ്ട, കാരണം കല്യാണം, കാതുകുത്ത്, 100 പരിപാടി ഉണ്ടാവും. ഒക്കെ പോയി ബിരിയാണി എങ്കിൽ ബിരിയാണി, കിട്ടുന്ന സാധനം തിന്നോ. അങ്ങനെ പോയാൽ കിട്ടുന്ന സാധനം തിന്നു വെച്ചാൽ ഒരു പരിധി കൊണ്ട് തിന്നാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കിപ്പോ 100% പ്രകൃതി ദിനത്തിലേക്ക് പോകാന്ന് പറയുന്ന പരിപാടി സാധ്യമല്ലാണ്ടൊന്നുമല്ല. പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള മറുപടിയാണിത്. അപ്പോൾ അത് ആഴ്ചയിൽ 1-2 ദിവസം പൊതുചടങ്ങുകൾക്കും പൊതുരീതിക്ക് അനുസരിച്ച് മാറ്റിവെക്കുക. ബാക്കി ആഴ്ചയിൽ 1 ദിവസം ഉപവസിക്കുക, 2 ദിവസം ഫ്രൂട്ട്സ് ആക്കുക, പിന്നെ 2 ദിവസം സ്പൈസസ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ചിട്ടയിൽ പോവുക, ശനിയും ഞായറും തുറന്നു വിട്ടേക്കുക, നാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ചെയ്താൽ മതിയോ? ഇനി എന്താ ചോദിക്കാനുള്ളത്? ഇങ്ങനെയുള്ള വേദികളിൽ മൊബൈൽ ഇങ്ങനെ ചരിച്ചു വെക്കുമ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റും, ഫുൾ ഫ്രെയിമിൽ വരും. ഓട്ടോ റൊട്ടേറ്റ്. ഓക്കെ. ഒന്നുകൂടെ അടുത്ത് വന്ന് പറയാമോ? കേൾക്കുന്നില്ല. ഹോസ്പിറ്റലിലെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, നിലവിലുള്ള ഹോസ്പിറ്റലുകളിൽ ഈ സിസ്റ്റം കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലവിലുള്ള ഹോസ്പിറ്റലുകളിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഏട്ടൻ പറഞ്ഞ സിസ്റ്റങ്ങളൊന്നും. നീ നിന്റെ ആ സാധനം എടുത്തു വയ്ക്കോ. അത് സംഭവങ്ങളൊക്കെ അല്ലേ ബ്രേക്ക് ആവുന്നു. ഒന്നുകൂടെ പറയൂ. അല്ല ഹലോ, പറ. ഈ പറഞ്ഞല്ലേ അത് എവിടെയും നമ്മുടെ നാട്ടിലൊന്നും പ്രാബല്യത്ത് കാണുന്നില്ലല്ലോ. ഹോസ്പിറ്റൽസ് ഒക്കെ ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകള്, ഡയറ്റീഷ്യൻസ്, വലിയ സിസ്റ്റങ്ങൾ നമുക്കുണ്ടല്ലോ. അവിടെ എവിടെയും ഉപവാസം ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളിൽ ഒന്നുള്ളത്, മുക്കത്ത് ഹൈജീനില്. അന്ന് നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ലേ? അത് അതിന്റെ ഒരു കേന്ദ്രമാണ്. ഡോക്ടർ കരീമിനെ കാണാനായിട്ട് അറബികളും ഹൈദരാബാദികളും ഒക്കെ വന്ന് അവിടെ കൂടുന്നത് കണ്ടിട്ടില്ലേ? ഹൈദരാബാദിലും അറബി നാട്ടിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരുന്നത്. കരീം ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നപ്പോ കൊണ്ടുപോയിട്ടാ, അവിടുന്ന് തുടങ്ങിയതായിരുന്നു. കരീം ഡോക്ടർ മൗലവി അങ്ങനെ ഇങ്ങോട്ട് പോയത്. ഇവന് നിർബന്ധിച്ച് ക്ലാസ്സിലുണ്ട്. ഇവന്റെ ഏട്ടനാണ് കരീം ഡോക്ടറെ കൊണ്ടുവന്ന് അവിടെ ക്ലാസ് എടുപ്പിക്കാൻ. അതിന് തുടങ്ങി ഇവിടെ എത്തി. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാകുമ്പോ പിന്നെ മോനെ ഒരു കാര്യമുണ്ട്. ഈ മേഖലയിൽ ഇപ്പോ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
ചികിത്സാ ചെലവ് വരില്ല. ശരിയല്ലേ? അസുഖങ്ങൾ വരില്ല. വന്നാൽ നിങ്ങൾക്ക് മാറ്റാൻ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ പോയില്ല. പിന്നെ അവരെന്ത് ചെയ്യും? ഇത് ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും ഈ രീതിയെ അവർ എതിർക്കുകയാണ്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അവർ പൂട്ടും. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാവില്ല എന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പാലിച്ചിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് പോയി പറഞ്ഞു നോക്കൂ, അവർ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. എന്റെ അടുത്ത് പല ആളുകളും വന്ന് പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോഴല്ല, ഞാനിപ്പോ ചികിത്സിക്കാറില്ല. നേരത്തെ എന്റെ അടുത്ത് വരുന്ന ആളുകൾ RCC എന്ന് പറഞ്ഞു വിടില്ലേ, ഇനി ഒരു നിവൃത്തിയില്ല, പോവുകയാണല്ലോ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയില്ലേ, കൊണ്ടുപോന്ന് പറഞ്ഞു കഴിയുമ്പോ അപ്പോ ഇവര് ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരാളുണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വിടും. ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും കൈയും കാലും പിടിച്ചിട്ട് ഇവര് നമ്മുടെ അവിടെ നിൽക്കും. ഞാൻ ഇവരെ പതുക്കെ മാറ്റിയെടുത്ത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ മരിക്കുന്നു പറഞ്ഞ് വിട്ട ആളുകളെ ആയിരിക്കും നമ്മൾ മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് ഇവൻ 4 കൊല്ലം 5 കൊല്ലം ഒക്കെ ജീവിക്കും. ഇവൻ വളരെ അട്ടർ കണ്ടീഷനിൽ എത്തിയിട്ടാണല്ലോ അവിടെ മരിക്കാൻ തയ്യാറായിട്ടാണല്ലോ അവിടെ പോയത്. അവൻ 5 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാലും മരിക്കും. ഈ മരിച്ചു കഴിയുമ്പോൾ വരുന്ന ചീത്തപ്പേരെന്താണെന്നറിയോ? എന്റെ അടുത്ത് വന്നതുകൊണ്ട് മരിച്ചത്, പ്രകൃതിർച്ച ചെയ്തുകൊണ്ടാണ് മരിച്ചത്. ഈ 2 ആഴ്ചക്ക് ശേഷം ഇനി 5 കൊല്ലം ജീവിച്ച കഥ അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലല്ലേ? ഇതൊരു 4-5 കേസായപ്പോ ഞാൻ പരിപാടി നിർത്തി. ഇനി ബാക്കിയുള്ളവനൊക്കെ അനുഭവിച്ചോന്ന് വെച്ചു. എന്റെ അടുത്ത ഒരു സുഹൃത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. വീട്ടുകാർ ഉപേക്ഷിച്ചു അവനെ. ഇനി അവന് മറ്റേ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. നീ എന്തോ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കുട്ടി ഞാൻ ട്രാൻസ്ഫ്യൂഷൻ നടത്തി. പിന്നെ തിരിച്ചങ്ങനെ അന്ന് എന്റെ ഹോസ്പിറ്റലില്ലായിരുന്നു, ഞാൻ തിരൂര് ഗാന്ധിയൻ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ട് താമസിപ്പിച്ച് അവിടുന്ന് സിസ്റ്റം എല്ലാം പഠിപ്പിച്ച് അവന്റെ ശരീരം എല്ലാം നോർമലാക്കി കൊണ്ടുവന്ന് അവൻ വീട്ടിൽ വന്ന് താമസിച്ച് അവൻ അത് ആ രീതിയിൽ തന്നെ പിന്തുടർന്ന് വർഷങ്ങൾ നീണ്ടു. അതിനിടയിൽ അവന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന് പറഞ്ഞൊരു സഭയുടെ ആളുകളാണ് അവര്. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ചങ്ങനാശ്ശേരി പോയി ഒരാഴ്ച ധ്യാനം കൂടാൻ പോയി. അവിടെ ചിക്കൻ മട്ടൺ ഒക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവൻ അതൊന്നും കഴിച്ചില്ലെങ്കിൽ അതിന്റെ ചാറും ഒക്കെ കഴിച്ച് നമ്മൾ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1 ആഴ്ച ആള് പോയി. വാർത്ത വരുന്നത് വളരെ വൈകിയാണ്. ഞാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാനൊരു യാത്രയിലായിരുന്നു. ഇത് അറിഞ്ഞപ്പോ ഞാൻ ഉടനെ അവരുടെ വീട്ടിൽ പോയപ്പോ അവന്റെ ചേച്ചി എന്നോട് ചോദിച്ചു, സന്തോഷ, നീ അവനെ അന്ന് കൊണ്ടുപോയി ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവില്ലേ? ഞാൻ അന്തം വിട്ടുപോയി. അന്നിനി ഒരുത്തനെ ഞാൻ ഈ സഹായിക്കേണ്ട കാര്യമില്ല ഞാനങ്ങ് തീരുമാനിച്ചു. പിന്നെ സഹായിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? വലിയ ആശുപത്രി കെട്ടിയിടുക. ഇപ്പൊ പ്രകൃതി ആശുപത്രികള് മറ്റേ ലോ കോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആശുപത്രികളുണ്ട്. 200 രൂപ 250 രൂപ ഫീസൊക്കെ ഒരു ദിവസം വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആശുപത്രികളുണ്ട്. 700 രൂപ 800 രൂപയൊക്കെ കഷ്ടിപുഷ്ടിയാണ് അവർ കടന്നു പോകുന്നത്. രോഗികളും കുറവ്. ഒരു ദിവസം 10,000 രൂപ വെച്ച് വാങ്ങിക്കുന്ന ആശുപത്രികളുണ്ട്. പ്രകൃതി ആശുപത്രി കേട്ടോ. വരിയായിട്ട് ആളുകൾ ക്യൂ ആണ്, ഇന്ത്യക്കാരും വിദേശികളും. ജനത്തിന് അതേ വേണ്ടു, വില കൂടിയ സാധനമേ വേണ്ടു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോ പഴയ അലോപ്പതി ഡോക്ടർമാര്, ചില പ്രായമുള്ള ഇംഗ്ലീഷ് ഡോക്ടർമാരുണ്ട്. അവര് നാട്ടുകാർക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മറ്റേ സാമ്പിൾ കിട്ടുന്നുള്ള മരുന്ന് കൊടുത്ത് അധികം ടെസ്റ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ, അധികം പരിപാടികളൊന്നും ചെയ്യിപ്പിക്കാതെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ അടുത്ത് ആളുകൾ എത്ര പേര് പോവും? പഴയ 5-6 പേര് പോവും. പുതിയ ആളുകൾ ആരും പോവില്ലല്ലോ അവിടെ. കാരണം ഇയാള് കൂടുതൽ ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ല, കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല, അയാള് വേണ്ട. ഈ അലോപ്പതിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണെന്ന് വെച്ചാൽ പോകും. എത്ര കുടുംബം വിറ്റിട്ടാണെങ്കിലും പൈസ മുഴുവൻ ചെലവാക്കിയിട്ട് അവിടെ പോകും. ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് കുറെ തിന്നണമെന്നും നീക്കിടന്ന് പാലുണ്ടാവാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുറെ തിന്നുമ്പോ ഈ പ്രശ്നമൊക്കെ വരുന്നില്ല. കുറെ തിന്നുമ്പോ വരും. അതിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില ഹെർബുകൾ
കൂടുതൽ കഴിക്കാൻ പറയും, എള്ള് കൂടുതൽ കഴിക്കാൻ പറയും. അപ്പോ മറ്റേ പാലിന്റെ സെക്രീഷൻ നല്ലപോലെ ഉണ്ടാവും. അല്ലാതെ ഒരുപാട് കഴിക്കരുത് എന്ന് തന്നെയാണ് പറയാ. അതുപോലെ അവരുടെ എലിമിനേഷൻ പ്രോസസ്സ്, അതായത് മലവിസർജനം എന്നുള്ളത് ഗംഭീരമായിട്ട് നടക്കണം. അതിന് ചില പ്രത്യേക പ്രോസസ്സുകളൊക്കെ ചെയ്ത് ഭക്ഷണത്തെ കൃത്യമായി കൊണ്ടുപോകാൻ തന്നെ വേണം. ഈ രണ്ടുപേർക്കുള്ള ഭക്ഷണം ഗർഭിണി കഴിക്കണം എന്നാണ് പറയാ. രണ്ടുപേർക്കുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഭക്ഷണം കിട്ടണമെങ്കിൽ ശരിയായ ഭക്ഷണം കഴിക്കണം. തോന്നുന്നതൊക്കെ തിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഗർഭകാല പരിചരണം എന്ന് പറയുന്നൊരു പ്രത്യേക ഇത് തന്നെയാണ്. പക്ഷെ നമ്മുടെ രീതി അനുസരിച്ച് ഗർഭിണി ആയി കഴിഞ്ഞിട്ടല്ല നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങുക. വിവാഹിതരാകുന്ന സമയം മുതൽ നമ്മൾ ഈ പ്രാക്ടീസ് തുടങ്ങാൻ പറയും. കാരണം എന്തിലെ അത് ഹെൽത്തി ആയിട്ട് വരുള്ളൂ. എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെ ആ സമയത്ത് ബ്രീത്ത് ചെയ്യണം, എങ്ങനെ ആ സമയത്ത് ഫുഡ് ചെയ്യണം, ഏത് സമയത്ത് ഇന്ററാക്ട് ചെയ്യണം, എങ്ങനെയുള്ള മാനസികാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനുശേഷം കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്മ എവിടെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടത്തിലോ ആർക്കെങ്കിലും സ്ഥിരമായിട്ടൊരു ഒരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. സ്ഥിരമായിട്ടൊരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇമോഷണൽ പ്രോബ്ലം ആയിരിക്കാം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരണു എന്നിരിക്കട്ടെ. നിങ്ങളത് പോസ് ചെയ്യാം. എന്നിട്ട് അമ്മയെടുത്ത് പോവാം. അമ്മയുടെ ഗർഭകാലത്ത്, അമ്മ നിങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് അമ്മ ഏതെല്ലാം മൂഡിലൂടെയാണ് കടന്നുപോയതെന്ന് വെറുതെ അന്വേഷിക്കുക. ഉത്തരം കിട്ടും. കാരണം നിങ്ങളുടെ ഭാവി അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗർഭകാലത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കൺസീവ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഗർഭിണി ആയി കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെയാണ് ഈ എൻവയോൺമെന്റിൽ കൂടെ പോകാവോ, അതല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യുക, അപ്പൊ നിങ്ങൾ ഇന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇമോഷണലി മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കണം, അതിനനുസരിച്ചുള്ള സാഹചര്യത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്ത ശേഷമേ കൺസീവ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നു. പിന്നെ ഇപ്പൊ ഞാൻ അതും ചെയ്യാറില്ല കേട്ടോ. എന്തറിയോ, ഇപ്പൊ നമ്മൾ പ്രസവം എടുത്തിട്ടുണ്ടെങ്കിൽ ലീഗലി അത് പ്രശ്നമാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആബിദ് ഹുദ എന്ന് പറഞ്ഞ, അതെ, ആബിദും ഹുദയും രണ്ടുപേരും അക്യുപങ്ചർ അവർക്കറിയാം. അവരെ ആദ്യം ആ മേഖലയിൽ എത്തി. അതിനുശേഷം അവരെ പലരെയും സപ്പോർട്ട് ചെയ്തു. അവസാനം ഈ അലോപ്പതി മാഫിയക്കാര് അവരെ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തട്ടിക്കളയെന്നുള്ള രീതിയിൽ അകത്താക്കുന്നൊക്കെ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ആ പരിപാടി നിർത്തി. അപ്പൊ ഇതൊരു മാഫിയയുടെ കയ്യിലാണ്. മറ്റൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മാഫിയയുടെ കയ്യിലാണ്. അത് നിങ്ങൾ അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ആവിധമായിട്ട് സംസാരിച്ചാൽ മതി. ഇപ്പൊ ഏതാണ്ടൊരു പിക്ചർ കിട്ടിയില്ലേ? എന്താ ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും കയ്യിൽ അങ്ങനെ ഉണ്ടോന്ന് പറയാം, ചോദിക്കാം. പറഞ്ഞു തിങ്കളോട്ട് വെള്ളി അതന്നെ ഫ്രൂട്ട്സ് എത്രത്തോളം പഴം കഴിച്ചാല് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്താ ചോറ് കഴിക്കുന്നതും പഴം കഴിക്കുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസം എന്താന്ന് വെച്ചാല് ചോറ് കഴിക്കുമ്പോ അത് പാചകം ചെയ്ത്, അതെ, പഴം എന്ന് പറയുന്ന സാധനം നമ്മൾ പാചകം ചെയ്യാതെ കഴിക്കുമല്ലോ, അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും. പിന്നെ പഴം എന്നുള്ളത്, വാഴപ്പഴം എന്നുള്ളത് ധാന്യമാണ് കേട്ടോ, അത് മനസ്സിലാക്കണം, ഫ്രൂട്ട് അല്ല അത്. എന്നുവെച്ചാൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ മതി. അത് കാർബോഹൈഡ്രേറ്റ് ആണ് സംഭവം. അത് വാഴക്കയായിട്ട് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബീറ്റോ കരോട്ടിൻ ആണ് ഉണ്ടാവുക വാഴക്കയായിരിക്കുമ്പോ, വാഴക്കയായിട്ട് കഴിക്കുമ്പോ. പക്ഷെ അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ സാധനം, ഫൈബർ ഒന്നും ഇല്ലാതെ. അപ്പൊ വാഴപ്പഴത്തെ ഫ്രൂട്ടായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മറ്റു ഫ്രൂട്ട്സ്, ഇപ്പൊ മാങ്ങ, ചക്ക, പിന്നെ പൈനാപ്പിള്, അല്ലെങ്കിൽ പേര, ആത്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സീതപ്പഴം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ജലാംശമുള്ള പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ. പിന്നെ നമ്മുടെ നാട്ടിലെ അവിയലില്ലേ, അവിയൽ, അതൊരു മുഖ്യ ഭക്ഷണമായിട്ട് ചോറിന് പകരം അവിയൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. പലതരം അവിയലുകൾ. ഉദാഹരണത്തിന് ഇപ്പോ ബീറ്റ്റൂട്ട് മാത്രം വേവിച്ചു, എന്നിട്ട് അവിയലിന്റെ സാധാരണ കൂട്ടുകൾ, പച്ചമുളകും തേങ്ങയും ജീരകവും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം. ക്യാരറ്റ് അതുപോലെ കഴിക്കാം. ഇത് സലാഡാക്കി കഴിക്കാം.
ചോറ് മാറ്റി വയ്ക്കുക. ചോറെന്ന് വെച്ചാൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മാത്രം കഴിക്കുക. മറ്റുള്ളത് ഒഴിവാക്കുകയാണെങ്കിൽ വണ്ണം നല്ലപോലെ കുറയും. വണ്ണം കുറയ്ക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഈ വണ്ണം എന്നുള്ള സാധനം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ്, ഈ വണ്ണമായിട്ട് കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് അത് കളയണം തോന്നുക കേട്ടോ. അല്ലാത്തപ്പോ മറ്റുള്ളവരെ പോലെ തടിച്ചിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. ഈ ഞങ്ങളെ സംബന്ധിച്ചോളം വണ്ണമുള്ള ഒരാളെ കാണുമ്പോൾ അത് മുഴുവൻ മലമാണെന്ന് ഞങ്ങൾ സെൻസ് ചെയ്യാം. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരെ കാണുമ്പോഴെന്താ മലം പോകുന്നു തോന്നും. പിന്നെ പ്രായമാകുമ്പോൾ കുറെ തടിയൊക്കെ വെക്കുന്നുണ്ടോ. ഇപ്പൊ ഞാനിപ്പോ ഒന്ന് ഫാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് വ്യായാമവും ഇല്ല. രാവിലെ എഴുന്നിട്ട് ഇവിടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ വന്നിരിക്കും. രാത്രി വരെ ഇതൊക്കെ തന്നെ പരിപാടി. മറ്റേ ക്യാമ്പുകളുള്ളപ്പോ കാട്ടിക്കയറുകയൊക്കെ ചെയ്യും. അല്ലാത്ത സമയത്ത് മുഴുവൻ ഇവിടെ ഇങ്ങനെ ഇരിപ്പ് തന്നെ. പിന്നെ യാത്ര മുഴുവൻ കാറില്. എന്ത് ചെയ്യും? ഒരു വ്യായാമത്തിനുള്ളൊരു ഗ്യാപ്പ് പലപ്പോഴും ഉണ്ടാകാറില്ല. നാട്ടുകാരെ പഠിപ്പിക്കാനൊക്കെ ശരി, നമുക്ക് പറ്റണ്ടേ? പറ്റാതെ വരുമ്പോ പുലിവാലവും. പിന്നെ വൈകാരികത ഒരു വലിയ വിഷയമാണ് കേട്ടോ. വികാരങ്ങൾ എന്നുള്ളത്, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും. ഓക്കെ, ഇപ്പൊ ഒരു പ്രാഥമികമായിട്ടുള്ള രൂപം വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ഇൻപുട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ മുകളിൽ ചർച്ചകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് കുറെ ബോധ്യങ്ങൾ വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇരിക്കാം. ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ സൂമിലൊന്നും ഇരുന്നാൽ മതി. ഈ അടുപ്പിച്ച് ഇൻപുട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കയറൂല. എന്താണ്, ഇൻഫോർമേറ്റീവ് ആയിരുന്നോ കാര്യങ്ങള്? ആയിക്കോട്ടെ, നമസ്കാരം. ആകട്ടെ ആകട്ടെ, ഞങ്ങളുടെ ഒരു അഭിവാദന രീതിയാണ് ഇത്. ആത്മനമസ്കാരം എന്ന് പറഞ്ഞാൽ സാധകന്മാര് ചെയ്യുന്ന ഒരു രീതിയാണ്. സാധകൻ എന്ന് പറഞ്ഞാൽ അറിയോന്നറിയില്ല. എന്നെ കാണാൻ വരുന്ന സാധകര് യോഗികൾ വരും, സൂഫികൾ വരും. ഈ 2 ടൈപ്പാണ് എനിക്ക് കേരളത്തിൽ നിന്ന് എനിക്ക് എന്നെ കാണാൻ താല്പര്യം തോന്നി വരുന്നവര്. സൂഫികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലെ? പൂർണ്ണമായിട്ട് മനസ്സിലായോ എന്ന് ചെറിയ സംശയമുണ്ട്. അത് ആബിനോട് ചോദിച്ചാൽ മനസ്സിലാവും. കാരണം സാധാരണ സൂഫി എന്ന് പറയുന്ന ആളുകളല്ല നമ്മളെ കാണാൻ പറ്റുന്ന സൂഫികള്. മുസ്തഫ മൊയ്ദിലെ അറിയാലോ, അത് ഏതാണ്ട് ആ ടൈപ്പാ. അതുപോലുള്ള അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ളവരാണ് എൻ്റെ അടുത്ത് വരിക. അപ്പൊ അങ്ങനെയുള്ളവർ തമ്മിലുള്ള ഒരു അഭിവാദനത്തിനാണ് ഇത് ഉപയോഗിക്കുക. മനസ്സിലായി? ഇങ്ങനെ കാണിക്കില്ലേ, ഈ ഭാഗത്തെയാണ് ടച്ച് ചെയ്യുന്നത്, ആജ്ഞാചക്രത്തെ. ഓക്കെ, എന്നാ കാണാം.